നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി ജ്യോതിഷപരമായും വാസ്തുപരമായും അതിനോടൊപ്പം പ്രേതബാധകളെക്കുറിച്ച് അധികമായി പറയുന്നുണ്ട്. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഈ പ്രേതത്തിനെ കുറിച്ച് അറിയാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അത് മാത്രമാക്കി പറയാനാണ് പലരും പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചുകൂടി ഞാൻ ഈ ചാനൽ കൂടി പറയുന്നുണ്ട്. അതുപോലൊരു വിഷയം ഇന്ന് അവതരിപ്പിക്കുന്നത്, നമുക്ക് ശത്രുദോഷങ്ങൾ, കൂടപത്രങ്ങൾ, ഇതൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആൾക്കാർ ഇത് വിശ്വസിക്കുന്നുണ്ട്. കാര്യം അനുഭവിച്ചവർക്ക് ഇത് വിശ്വസിച്ചേ പറ്റൂ. അനുഭവിക്കാത്തവർക്ക് ഇതൊരിക്കലും വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളൊരു വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഇതൊന്നും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മാനസിക ഡിപ്രഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയാണ്. കാര്യം ഇതൊക്കെ വിശ്വസിച്ച് പോകുമ്പം ആരെങ്കിലും നമുക്കിതൊക്കെ ചെയ്യുമോ എന്ന് തോന്നും. എന്നാൽ അതിനേക്കാൾ ഉപരി വേറൊരു ദോഷമെന്ന് വെച്ചാൽ, ഇതിങ്ങനെ പലർക്കും സംഭവിച്ച കഥകൾ അറിഞ്ഞിട്ട് നമ്മളിത് മനസ്സിൽ കൂട്ടി വെച്ചിട്ട് നമ്മുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ നമ്മളോട് ആത്മാർത്ഥമായിട്ട് ഇടപെട്ടാൽ പോലും അവർ ചിന്തിക്കും, അയ്യോ ഇവർ നമുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ആരും ഇങ്ങനെ ചെയ്യാറില്ല. കാര്യം ആർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് പരിചയമില്ലാത്തതോ നമുക്ക് ഒരു ബന്ധമില്ലാത്തവരുടെ അടുത്തൊന്നും നമ്മൾ ഇതിനൊക്കെ ശത്രുദോഷമോ കൂടോത്രമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ പരിഹരിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് പറയാം. ഇത് ഞാൻ പറയാൻ കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇതിൽ നിന്നും നല്ല കാര്യങ്ങൾ മാത്രം, നല്ല പാഠങ്ങൾ മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അതായത് ഇത് കേട്ടിട്ട് സത്യസന്ധരായി ഇടപഴകുന്ന നമ്മുടെ കൂടെ ഉള്ളവരെ നമ്മൾ സംശയിക്കരുത്. പക്ഷേ എങ്കിലും ഒരു മുൻകരുതൽ നമുക്ക് ആവശ്യമാണ്. എന്തെങ്കിലും വന്നാൽ പോലും അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുകൂടി ഒരു അറിവാണ് ഞാൻ പറയുന്ന ഈ സംഭവ കഥ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് സംഭവിക്കുന്നത്, ഒരു അമ്മയ്ക്ക് 2 മക്കൾ, മൂത്തതൊരു ആൺകുട്ടി, രണ്ടാമത്തതൊരു പെൺകുട്ടി. അച്ഛൻ ഇവരുടെ ബാല്യത്തിലേ മരിച്ചുപോയി. ഇനി അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടികളെ വളർത്തിയെടുത്തത്. കുറച്ച് സ്വത്തൊക്കെ അവർക്കുണ്ട്, ഭൂസ്വത്തൊക്കെ ഉണ്ട്. അങ്ങനെ വളർന്നു വന്നു. ആദ്യം മകൾ രണ്ടാമത്തെയാണ്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പം മകളോട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിച്ചു വന്ന് മരുമകനോടും അതിലുണ്ടായ കുട്ടികളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം മകൻ കല്യാണം കഴിച്ചു. അതായത് മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോലും ഈ അമ്മയ്ക്ക് താല്പര്യമില്ല. ഈ മകൻ നല്ല ജോലിക്കാരനൊക്കെയാണ്. അവൻ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ സ്വത്തുക്കളും അല്ലെങ്കിൽ എല്ലാ സമ്പാദ്യവും മകൾക്കും മകളുടെ ഭർത്താവിനും മകളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ അമ്മ മാറ്റിവെക്കും. അവൻ്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ കുറച്ചാൾ പോയപ്പോഴത്തേക്ക് അവന് തന്നെ മനസ്സിലായി, ഈ അമ്മ ഒരു കാരണവശാലും അവനെ കല്യാണം കഴിപ്പിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ട്. എന്നാൽ അവൻ അമ്മയോടും സഹോദരിയോടും സ്നേഹമുണ്ട്. എങ്കിലും അവ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. നിർബന്ധം വെച്ചാൽ ഒരു സമരം നടത്തി തന്നെ, ഒരു യുദ്ധം അവൻ നയിച്ചിട്ട് തന്നെയാണ് ഈ കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ടുവന്നിട്ട് 6-7 മാസം മാത്രമേ ആ വീട്ടിൽ ആ പെൺകുട്ടിക്ക് താമസിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുവരെ ആ പെൺകുട്ടിയെ ഇവർ ഈ ചട്ടിയിലിട്ട് പൊരിക്കും പോലെയാണ്. ഈ അമ്മാവിയും ഈ മകളും കൂടി ചേർന്ന്, അതായത് ഇവൻ്റെ അമ്മയും സഹോദരിയും കൂടെ ചേർന്നിട്ട് ഈ മരുമകളെ ഇനി പെടുത്താൻ മറ്റൊന്നുമില്ല. ആ വിധത്തിൽ ഇവൻ രാവിലെ ജോലിക്ക് പോകും, വൈകിട്ടാണ് വരുന്നത്. വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയെ ശരിക്ക് പറഞ്ഞാൽ ജീവൻ മാത്രം മിച്ചമുണ്ട്, അവളെ നശിപ്പിച്ച് നിർത്തിയേക്കും. സഖി കെട്ടിട്ട് ഈ പെൺകുട്ടി 8 മാസമായപ്പോഴത്തേക്ക് അവളുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇവന് ശരിയായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ ഇവന് പറ്റുന്നില്ല. ഇവന് അവൻ്റെ ഭാര്യ വേണം, എന്നാൽ അമ്മയും സഹോദരിയും അവനെ എതിർക്കാനും പറ്റുന്നില്ല. അവൻ കുറച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ പിടിച്ചു നിന്നതേ ഉള്ളൂ. പക്ഷേ അവളുടെ വീട്ടുകാർ വന്ന് പറഞ്ഞത്, നീ മാറി താമസിക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ ചെയ്യാത്ത തെറ്റ് പലതും അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. നീ അവളെ സംരക്ഷിക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ, അതിനുള്ള ഒരു ശക്തി ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് പെണ്ണ് കെട്ടാൻ പോയത് എന്ന് പറഞ്ഞ് അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ ഇവൻ നിശബ്ദനായിട്ടിരുന്നു. വെറും മന്ദബുദ്ധിയെ പോലെ ഇരുന്നു. അവനൊന്നും എതിർക്കാൻ പറ്റില്ല. പെണ്ണ് വീട്ടുകാർ വിളിച്ചു കൊണ്ടുപോയി. അവർ ഉടനെ തന്നെ കേസ് കൊടുത്തു. അത് വിവാഹമോചനം നേടിപ്പോയി. അവൾ വേറെ കല്യാണം കഴിഞ്ഞു.
അപ്പോൾ ഇത് 1-2 വർഷം കൊണ്ട് 2-3 വർഷം കൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു. അതിനുശേഷവും ഇവൻ എപ്പോഴും അമ്മയോട് പറയും, അമ്മ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്കും വേണം ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത്, നിൻ്റെ കുടുംബം ഇതാണ്, നീ ജോലി ചെയ്ത് നിൻ്റെ സഹോദരിക്ക് കൊണ്ട് കൊടുക്കുക, നിനക്ക് ആഹാരം തരും, മരണം വരെയും അവൾ നോക്കിക്കോളും, അവളുടെ കുട്ടികളെ നോക്കും, അവളുടെ ഭർത്താവ് നിന്നെ നോക്കും, ഒരു അസുഖം വന്നാൽ പോലും നിന്നെ അവർ സംരക്ഷിച്ചോളും, പിന്നെ നിനക്ക് നിൻ്റെ ഒരു കുടുംബം. ഇതാണ് അമ്മയുടെ ഒരു നിലപാട്. അപ്പോൾ ഈ അമ്മ ഈ മകനെ ഒരു വിധത്തിലും കല്യാണം കഴിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്ന പല പരിപാടികളും ഉണ്ടായിരുന്നു. പിന്നീടൊക്കെയാണ് അതറിഞ്ഞത്. ഈ അമ്മയും മകളും കൂടി ഈ വന്നു കയറിയ പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ, മാനസികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അവർക്ക് ഈ ഇതുപോലെ കൂടപത്രങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളൊക്കെ അവർക്ക് എങ്ങനെയൊക്കെ അറിയാമായിരുന്നു. അവിടെയൊക്കെ പോയി എന്തൊക്കെയോ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ പെൺകുട്ടിയെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അങ്ങനെ ഒരു പറഞ്ഞല്ലോ, ആ സംഭവം കഴിഞ്ഞ് 2-3 വർഷത്തിന് ശേഷം അപ്പോൾ ഇവന് മനസ്സിലായി ഒരു കാരണവശാലും ഇവനെ കൊണ്ട് ഇനി കല്യാണം കഴിപ്പിക്കില്ല. അപ്പോൾ അവൻ്റെ കൂട്ടുകാരും അവൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടി പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെ പോയാൽ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ഏതെങ്കിലും പെൺകുട്ടി കല്യാണം കഴിച്ചേ പറ്റൂ. അങ്ങനെ എല്ലാവരും കൂടി അവസരം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം ഒരു വാശി പോലെയായി. ഈ സ്ത്രീയുടെ ഈ സ്വഭാവം അത്ര ശരിയല്ല, ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു നിലപാട് വെച്ചിട്ട് എല്ലാവരും കൂടി അവനെ പറഞ്ഞ് പിരികേറ്റി ഇവ വേറൊരു പെൺകുട്ടിയെ, അങ്ങനെ ഒരു സ്ത്രീയെ, അവൻ്റെ പ്രായത്തിനകത്തൊരു സ്ത്രീയെ സ്നേഹിച്ചു. പക്ഷേ അവൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം അതൊരു തൻ്റെ അടിയായിരുന്നു. അവസരം അമ്മ ഒരു കാരണവശാലും കല്യാണം കഴിപ്പിക്കില്ല. അങ്ങനെ ഒരു ദിവസം ഇവ ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് രജിസ്റ്റർ മാരേജ് കഴിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് കുറേ ബന്ധുക്കളും അവൻ്റെ കുറേ സുഹൃത്തുക്കളും എല്ലാവരും കൂടി പങ്കെടുത്ത് വന്നപ്പം അവൻ്റെ അമ്മ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അവരെല്ലാവരും കൂടി ഇടപെട്ടു. പിന്നെ ഇവനിങ്ങനെ നിർത്തണം, അവനൊരു കുടുംബം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ആണുങ്ങളൊക്കെ വന്ന് ഇടപെട്ടപ്പോഴത്തേക്ക് ഈ അമ്മയ്ക്കൊന്നും പറയാൻ പറ്റിയില്ല. അവർ നിശബ്ദമായിട്ട് നിന്നു. ശരി, കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴവരുടെ മനസ്സിൽ ആദ്യത്തെ മരുമകളെ പറഞ്ഞു വിട്ടല്ലോ, അതുപോലുള്ള തക്കട തലയുടെ പരിപാടികളൊക്കെ ഒപ്പിച്ച് പറഞ്ഞു വിട്ടളെ എന്നൊരു ധാരണയായിരുന്നു വന്നു. പക്ഷേ ഈ വന്ന പെൺകുട്ടി, അവൾ ശരിക്കും ഒരു പെൺകുട്ടി തന്നെ ആയിരുന്നു, തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. വന്നിട്ട് അടുത്ത ദിവസം മുതൽ ഇവരുടേതായ പരിപാടികൾ തുടങ്ങി. ഒന്ന് പറഞ്ഞാൽ അവൾ 2 തിരിച്ച് പറഞ്ഞിരിക്കും, ആ വിധത്തിൽ. പിന്നെ ഇവൻ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ അമ്മയും മകളും കൊണ്ട് നെഞ്ചിലിടിച്ച് നിലവിളിക്കും, ഞങ്ങളെ കൊല്ലാനാണോ, ഞങ്ങളെ തകർക്കാനാണോ, ഞങ്ങളെ നശിപ്പിക്കാനാണോ ഇവളെ കൊണ്ടുവന്ന്, അവളെ തൻ്റെ അടിയാണ്, അവളെ സ്ത്രീയല്ല, അവളൊരു പുരുഷനാണ്, ഒരു ചട്ടമ്പിയാണ്, ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണ്ട അവൾ. അപ്പോൾ ഇവൻ അപ്പോഴത്തേക്ക് അവൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരും പറഞ്ഞ് ഇവനും കുറേ കാര്യങ്ങൾ മനസ്സിലായി, ഇവനും കുറേ തൻ്റെ ഇടമൊക്കെ കിട്ടി. അവസാനം അവളുടെ ട്രെയിനിങ് കൊണ്ട് തന്നെ ഇവൻ പറയും, നിങ്ങൾ അവളുടെ ബുദ്ധിമുട്ടിക്കാതിരുന്ന അവൾ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, ഇല്ല അവളുടെ അടുത്ത് എതിർക്കാൻ നിന്നാൽ അവൾ നിങ്ങളെ എതിർക്കും, എനിക്ക് അവളെ കളയാനൊന്നും പറ്റില്ല, കളഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സഹോദരന്മാരെല്ലാം കൂടെ എന്നെ പഴയ കണക്കൊന്നും അല്ല, എനിക്ക് എന്നെ അടിയേരി എൻ്റെ കൈയും കരാൻ ഒരു കുത്തിയിടും, അതുകൊണ്ട് എനിക്ക് ഒരു കാരണവശാലും കളയാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറിക്കൊള്ളാം എന്നവനെ നിലപാടെടുത്തു. എവളെ 1 ഇഞ്ച് പോലും വിട്ടു കൊടുക്കില്ല. എന്തെന്ന് ചോദിച്ചാൽ അവൾ കുന്തെന്ന് മറുപടിയും പറയും. അപ്പം ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ ഈ വരുമാനം കുറയുമല്ലോ. ഈ സമയത്തിനും അവൻ്റെ വരുമാനം വെച്ചിട്ടാണ് ഈ വീട്ടിൽ സകല ആഹാര സാധനങ്ങൾ പോലും വാങ്ങിക്കുന്നത്. അവൻ്റെ ചിലവിലാണ് ഇവരെല്ലാവരും കഴിയുന്നത്. അതുകൊണ്ട് പറഞ്ഞു വിടാനും വയ്യ. പിന്നെ ഇവരുടേതായ രീതിയിലുള്ള അമ്മാവിയമ്മ പോരും നാത്തൂൻ പോരും ഒക്കെ നടത്തിയിട്ടൊന്നും അവളടുത്ത് ഒരു ചിങ്കിയും ബമ്പരാടിയിട്ട് അവൾ അനങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഒന്ന് പറഞ്ഞാൽ അവൾ 10 എണ്ണം അങ്ങോട്ട് തിരിച്ച് പറഞ്ഞിട്ട് ഇനി വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക, അത്രയും തൻ്റെ അടിയാണ്. അപ്പോഴത്തേക്കാണ് ഇവരുടെ ഈ ക്രൂഡ് ബുദ്ധി ഇളവി. വീണ്ടും ഇവർ ഈ പറഞ്ഞ കണക്ക് ഈ കൂടപത്രം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പ് പോയി. ഈ കൂടപത്രമൊക്കെ ചെയ്ത് ആഹാരത്തിൽ കൂടിയൊക്കെ കൊടുത്തു. ആഹാരത്തിൽ കൂടി കൊടുക്കുക അവർക്ക് എളുപ്പമാണ്. കാര്യം ആഹാരം ഈ അമ്മയാണ് ആഹാരം വയ്ക്കുന്നത്, അതിനകത്തൊക്കെ ഇട്ട് കൊടുത്തു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ആ പെൺകുട്ടിയിലേറ്റില്ല. ഇവർ കാച്ചി കുറുക്കി കൊടുത്തു, എന്നിട്ട് അവർക്ക് ഇതൊന്നും ഏറ്റില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ പോലും എല്ലാവർക്കും അതൊന്നും ഏൽക്കില്ല. അത്രയും മനക്കെട്ടി ഉണ്ടെങ്കിൽ ഈ കുന്ത ഒന്നും ഏൽക്കില്ല എന്നുള്ളതിന് തെളിവാണ് ഈ പെൺകുട്ടി. ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നിടത്തൊക്കെ ഇവർ പോയി ചെയ്തു. പെൺകുട്ടിക്ക് ഒരു അനക്കം ഇല്ല എന്ന് മാത്രമല്ല, അത് ഇവക്കൊരു ഊർജ്ജമായിട്ട് മാറി. ഇവൾ കുറച്ചുകൂടി രൗദ്രഭാവത്തിലേക്ക് പോയി. ഭർത്താവിൻ്റെ അടുത്ത് സ്നേഹവും, എന്നാൽ ഈ ചെയ്തു കൊടുത്തവരോട് അവസാനം ഇവൾ കൈ പൊക്കി എന്നുള്ള അവസ്ഥ വരെ എത്തി. അപ്പോഴത്തേക്ക് ഈ കൂടപത്രം ചെയ്തു കൊടുക്കുന്ന ഈ മന്ത്രവാദി എന്നെ പറഞ്ഞു, വേറൊരു അയാൾക്ക് പരിചയമുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി ചെയ്താൽ മതി. കാരണം
ഈ വനവാസികളൊക്കെ കുറച്ചുകൂടെ ശക്തമായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ ഒരു നമ്പരോ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു, അവിടെ പോയി ചെയ്തു കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ പോയി എന്തൊക്കെയോ ഇവർ വീണ്ടും ചെയ്തു കൊണ്ടുവന്നിട്ട് ഈ പെൺകുട്ടി, അതായത് ഈ പെൺകുട്ടിയുടെ തലമുടി, പിന്നെ ഇവൾ ചവിട്ടിപ്പോയ മണ്ണ്, പിന്നെ വസ്ത്രത്തിൻ്റെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ എടുത്തിട്ട് ഇവർ അവിടെ കൊണ്ട് കൊടുത്തു. അയാൾ ചെയ്തു കൊടുത്തു. പക്ഷേ ആ പണി ഏറ്റു. പക്ഷെ ആ പണി ഏറ്റത് മറ്റൊരു വിധത്തിലാണ്. അതായത് ചെയ്തു കൊടുത്തിട്ട് അയാൾ പറഞ്ഞത് അവൾ ഭ്രാന്തെടുത്ത് അവിടെ നിന്ന് ഓടിക്കോളും, അവനുമായിട്ട് ഒരു കാരണവശാലും സഹകരിക്കില്ല, അവനും അവളെ വെറുത്തുകൊള്ളും, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മകനെ മാത്രമായി തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാണ് ഈ സാധനം ചെയ്തു കൊടുത്തത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇവൾക്ക് വല്ലാത്തൊരു അസുഖമെന്ന് വെച്ചാൽ ആ സമയത്ത് ഇവൾ ഗർഭിണിയായിരുന്നു. ഗർഭം അലസി. അതിനുശേഷം അവൾക്ക് എന്തൊക്കെയോ ഒരു മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും, അവൾക്ക് പേടി തോന്നുന്നുണ്ട്, ഈ വീട്ടിൽ നിൽക്കാൻ അവൾക്ക് വയ്യ, അവൾക്ക് ഭ്രാന്ത് പിടിച്ച കണക്കൊക്കെയായി. പക്ഷേ ഭർത്താവുമായിട്ട് അവൾ ഒരു വിധത്തിലും, അതാണ് ഇവർ ആഗ്രഹിച്ചത്, പക്ഷേ അത് നടന്നില്ല. ഭർത്താവുമായിട്ട് പിണങ്ങിയില്ല. പക്ഷെ ഭർത്താവും അതുപോലെ ഇവളെ വെറുത്തില്ല. പക്ഷെ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ ഈ സ്ത്രീ പലയിടത്തും പോയി ചെയ്യുന്ന കാര്യം അവിടെ നാട്ടുകാർക്കും തൊട്ടടുത്തുള്ളവർക്കൊക്കെ അറിയാം. അവരങ്ങനെ യവനോട് തന്നെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പോയി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫലമാണ് നമുക്കിത് വരുന്നത്. ഇവ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഈ വീട്ടിൽ വന്നിട്ട് അവൻ്റെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി നേരെ ഭാര്യ വീട്ടിൽ പോയി. അതിവർക്കൊരു ഭയങ്കര അടിയായി. കാര്യം വെച്ചാൽ പിന്നീട് അവൻ്റെ വരുമാനമില്ല, വീട്ടിൽ ചിലവിന് മരുമകൻ്റെ സമ്പാദ്യം എടുക്കേണ്ടി വരുന്നു. നേരെ അവിടെ പോയി അവൻ പിന്നെ അങ്ങ് ശക്തനായി അവൻ്റെ ഭാര്യയെ സംരക്ഷിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് അവ എത്തി. ഇവൻ അവിടെ പോയി കഴിഞ്ഞപ്പം ഈ സ്ത്രീ ഇവിടെ നിന്ന് അലമുറയിട്ട് നെഞ്ചിലിടിച്ച് നേരെ അവിടെ പോയിപ്പോൾ നീ തിരിച്ചു വരണം, നിന്നെ വാങ്ങണം. അപ്പം ഇവൻ ശക്തമായ രീതിയിൽ നിൻ്റെ ഒരു കാരണവശാലും ഞാൻ ആ വീട്ടിൽ വരില്ല. അമ്മയ്ക്ക് മാസം ജീവിക്കാനുള്ളത് അമ്മ ഒരു വ്യക്തിയാണ്, അതിനുള്ള പൈസ ഞാൻ നിങ്ങൾക്ക് തരും. സഹോദരിക്കോ മക്കൾക്കോ അളിയനുള്ളത് ഒരു നയ പൈസ ഞാൻ തരില്ല. കാര്യം അയ്യവൻ പറഞ്ഞ വാക്കാണ്, അളിയൻ ഉണ്ടോ മൊരടോ ഒന്നും അല്ല, ജോലി ചെയ്യാം, അവൻ്റെ കാശെടുത്ത് വീട്ടിൻ്റെ അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് കൊടുക്കട്ടെ. അമ്മ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കുള്ള പൈസ ഞാൻ തരും മാസച്ചിലവിന്, അല്ലാതെ ഇനി ഞാൻ അങ്ങോട്ട് താമസത്തിന് വരികയില്ല, എനിക്ക് അവിടുത്തെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ഭാര്യ വീട്ടിൽ താമസമാക്കി. പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടി തന്നെ വന്നു. അങ്ങനെയാണ് ഇവർ എൻ്റെ അടുത്ത് വരുന്ന ഈ ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിരുന്നപ്പോൾ ഈ കഥകളൊക്കെ ഇവർ എന്നോട് പറഞ്ഞു തന്നത്. പക്ഷേ പിന്നീട് പൂജാശക്തമായ പൂജാതി കർമ്മങ്ങൾ കൂടിയൊക്കെ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായി. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ തിരുവഴ ക്ഷേത്രത്തിലൊക്കെ പോയി ഛർദ്ദിച്ചു. അതിനുശേഷം വന്നിട്ട് പിന്നീട് ഉണ്ടായിരുന്ന ദോഷങ്ങളെല്ലാം ഞാൻ പൂജാവിധിയിൽ കൂടി തന്നെ മാറ്റിക്കൊടുത്തു. ഫ്രഷായി, ഒരു പ്രശ്നങ്ങളും ആ കുട്ടിക്കില്ല. പക്ഷേ അതിനുശേഷം അവൾ ഗർഭിണിയായിട്ടില്ല. വർഷങ്ങളോളം എനിക്ക് അവരെ അറിയാമായിരുന്നു. ആ പെൺകുട്ടി പിന്നീട് പ്രസവിച്ചിട്ടില്ല. ആദ്യം ഗർഭിണിയായിരുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പം കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്, ഒരു പ്രശ്നങ്ങളില്ല, മാസം തികഞ്ഞ് തന്നെ പ്രസവിക്കും എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഇവർ കൊടുത്ത ഈ ഒരു കൂടപത്രം ദുഷ്കർമ്മത്തിന് ശേഷം അത് അലസിപ്പോയി, അബോർഷനായിപ്പോയി. പക്ഷെ അതിന് ശേഷം എനിക്ക് 6-7 വർഷത്തോളം എനിക്ക് അയാളും ആ കുടുംബമായിട്ടൊക്കെ എനിക്കറിയാമായിരുന്നു. അതിനുശേഷം ആ പെൺകുട്ടി ഇത്ര പ്രായമുണ്ട്, പിന്നെ അവർ ഗർഭിണിയായിട്ടില്ല. പക്ഷേ എന്നാലും കുട്ടികളില്ലെങ്കിൽ പോലും അവർ സന്തോഷമായിട്ട്, എനിക്കറിയാവുന്നിടത്തോളം കാലം സന്തോഷമായിട്ട് ജീവിച്ചു പോയി. പിന്നീട് ഒരിക്കലും അവർ പിരിയില്ല എന്നും എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഞാനിത് പറഞ്ഞത്, നമുക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നാൽ പോലും അതൊന്നും നമ്മളെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചു, അയ്യോ നമ്മളിത് കൊണ്ടുപോയി, നമ്മൾ തകർത്തേ, ഈ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് അത് കൂടുതൽ നമ്മളെ ബാധിക്കുന്നത്. നീ എനിക്കെന്ത് തന്നോ, നീ എനിക്ക് കൈവശം തന്നോ, അല്ലെങ്കിൽ നീ എനിക്ക് കൂടപത്രം ചെയ്തോ, തന്നോ, ഇരുന്നോട്ടെ, അതൊന്നും എന്നെ ബാധിക്കില്ല. ഈ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇതൊക്കെ വന്ന് നമ്മളടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ ഇതൊരു നെഗറ്റീവാണ്, ഒരു നെഗറ്റീവ് പവറാണ്. അത് നമ്മളിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിച്ചാൽ മാത്രമേ അത് നമ്മളിലേക്ക് വരുള്ളൂ. ഇല്ലെങ്കിൽ അതിനെ ഭയപ്പെട്ടാൽ മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ. വന്നാലും അതെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചാലും പുല്ലേ എന്നുള്ള ഒരു മനസ്സോടുകൂടി നിന്നാൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അതാണ് ഈ പെൺകുട്ടിയിൽ ആദ്യം ഉണ്ടായത്. സാധാരണ ഈ പരിസരത്തുള്ള തക്കട പരിപാടികളൊക്കെ ചെയ്യുന്ന മന്ത്രവാദികളെ കൊണ്ട് ചെയ്യിച്ചിട്ട് പോലും ആ പെൺകുട്ടിക്ക് ഒരു ചെറുതായിട്ട് പോലും അത് ഏറ്റില്ല എന്ന് മാത്രമല്ല, ചെയ്തവർക്ക് തിരിച്ചടിയായി. ഇവൾ അത്രയും
ശക്തമായിട്ട് അവർക്ക് എതിരെ നിന്നു എന്നുള്ളതാണ്. രണ്ടാമതും അവർ വിചാരിച്ചതുപോലെ ഈ ദമ്പതിമാരെ പിരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അത് കഴിക്കുക വഴി ചില ദോഷങ്ങൾ, ചില രോഗങ്ങൾ അല്ലെങ്കിൽ ചില മാനസിക പ്രശ്നങ്ങൾ ആ പെൺകുട്ടിക്കുണ്ടായി. അത് നമുക്ക് പൂജാതി കർമ്മങ്ങൾ കൂടി മാറ്റിക്കൊടുക്കാനും സാധിച്ചു. പക്ഷേ വലിയൊരു നഷ്ടം പിന്നീട് അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല എന്നാണ്. പിന്നീട് പോയി ഡോക്ടറെ അടുത്ത് നോക്കിയപ്പോൾ അതിനുള്ള സാധ്യതയും പിന്നെ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ദോഷങ്ങളുണ്ട്. നമ്മളെ കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മളെ ചതിക്കും. നമ്മുടെ നന്മകൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ വരുമാനത്തേക്ക് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പേര്, അത് അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും സഹോദരങ്ങളും സഹോദരൻ മാത്രം തമ്മിലല്ല, ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ തമ്മിൽ വരെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഇപ്പോൾ അത് ഒരുപടി കൂടി മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. കാര്യം ഇങ്ങനെ ചെയ്യുന്ന ക്ഷേത്രങ്ങളാണെന്നാണ് പറയുന്നത്. പക്ഷേ ക്ഷേത്രങ്ങളല്ല. ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ദുഷ്കർമ്മങ്ങളോ ആരെയും നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില സ്ഥാപനങ്ങൾ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നു. അതിന് ഒരുപാട് പ്രചാരം നേടുന്നു. അവിടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരുപാട് ഫലം കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഇതിന് എല്ലാവരും ആവശ്യക്കാർ കൂടി വരുന്നൊരവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. ഇന്ന് സാധാരണ ഒരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളിനേക്കാൾ 10 ഇരട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആൾക്കാർ ക്ഷേത്രങ്ങളാണെന്നുള്ള ധാരണ വെച്ചുകൊണ്ട് ഇങ്ങനെ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഇതുപോലുള്ള പിശാചുക്കളുടെയും ദുഷ്ടശക്തികളുടെയും സഹായത്തോടു കൂടി അവരുടെ ജീവിതം നിങ്ങൾ നാമാവിശേഷമാക്കാൻ ശ്രമിച്ചാൽ തൽക്കാലം നിങ്ങളതിൽ വിജയിക്കും. പക്ഷേ അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നിങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് ഒരു തുള്ളി വെള്ളത്തിന് പോലും നിവർത്തിയില്ലാതെ, അഥവാ ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ അത് വായിലേക്ക് ഒഴിച്ചാൽ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴേക്ക് പോകാത്ത വിധം രോഗങ്ങൾ കൊണ്ട് നശിച്ച് നാറായി കല്ലെടുക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്നാലും ചില ആൾക്കാർ അതൊന്നും ഉൾപ്പെടാതെ പോകുന്നതുണ്ട്. അതിൻ്റെ ഒരുപാട് കാരണങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വിശദമായി പറയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ചിലപ്പം ആൾക്കാരിടും, എൻ്റെ ശത്രുവിന് ഇതുവരെ ഒരു മോശം അനുഭവം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനും കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മളിത് അനുഭവിക്കുന്നു, നമ്മളെ നശിപ്പിച്ച അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മുട്ടം പണി തന്ന ശത്രുവിനൊന്നും കിട്ടുന്നില്ല, അവർക്കൊരു ദോഷം വരുന്നില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനും തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ വീട്ടിനോ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ സർപ്പദോഷമോ ഇതുപോലുള്ള കൂടപത്രങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഞാൻ നേരിട്ട് അവിടെ വന്നാൽ മാത്രമേ കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.